UAE-യിൽ ഇറാന്റെ ആക്രമണത്തിന്റെ 4-ാം ദിവസം ആളപായമില്ലെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. 123 ഡ്രോണുകളെയും 11 ബാലിസ്റ്റിക് മിസൈലുകളെയും ഇന്ന് നേരിട്ടു. ഒരു മിസൈൽ മാത്രമാണ് രാജ്യത്ത് പതിച്ചത്. അതേസമയം UAE-യിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഓൺലൈൻ പഠനം മാർച്ച് 6 വരെ നീട്ടി. UAE ഓഹരി വിപണികൾ നാളെ മുതൽ സജീവമാകും. ഷിനോജ് ഷംസുദ്ദീൻ ദുബൈയിൽ നിന്ന് ചേരുകയാണ്. ഷിനോജ്, അവിടെ ഓഹരി വിപണി നാളെ തൊട്ട് തുടങ്ങും. ജനജീവിതം സാധാരണ നിലയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം അവിടെയും ഒരുങ്ങുന്നു എന്നുള്ളത് ഗൾഫ് രാജ്യത്ത് നിന്ന് ആശങ്ക പതിയെ അകലുന്നു എന്ന് നമുക്ക് മൊത്തത്തിൽ അനുമാനിക്കാം, അല്ലേ? അതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മാർച്ച് 6 വരെ ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഓഹരി വിപണികൾ നാളെ സജീവമാകും എന്നറിയിച്ചിട്ടുണ്ട്. ദുബൈ ഫിനാൻഷ്യൽ മാർക്കറ്റും അതേപോലെ അബുദാബിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എല്ലാം നാളെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത് ഇപ്പോഴും അബുദാബിയിലും ദുബൈയിലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആകാശത്ത്. പലരുടെയും മൊബൈലിൽ അലർട്ടുകൾ വരുന്നുണ്ട്. ആകാശത്ത് കേൾക്കുന്ന വലിയ ശബ്ദങ്ങൾ ഈ ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണ് എന്ന് ദുബൈ മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് നേരത്തെ മഹേഷ് സൂചിപ്പിച്ച പോലെ 123 ഡ്രോണുകളാണ് UAE-യിലേക്ക് വന്നത്. ഇതിൽ മുഴുവൻ ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ UAE പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞു. 11 മിസൈലുകൾ എത്തിയിരുന്നു, ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയിരുന്നു. അതിൽ 10ഉം പ്രതിരോധിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതിലൊന്ന് ഒരു രാജ്യത്ത് പതിച്ചു എന്നാണ് മന്ത്രാലയം പറയുന്നത്. ഇന്ന് രാവിലെ ഫുജൈറയിൽ ഇതിന്റെ അവശിഷ്ടം പതിച്ച് മിസൈലിന്റെ അവശിഷ്ടം പതിച്ചിട്ട് അവിടെ ഒരു എണ്ണ കേന്ദ്രത്തിൽ, അതായത് ഓയിൽ ഇൻഡസ്ട്രി സോണിൽ വലിയ തീപിടുത്തമുണ്ടായി. അല്പസമയത്തിന് തന്നെ ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു. അത്തരത്തിൽ ഇപ്പോഴും ആക്രമണ ഭീതി നിലനിൽക്കുന്നുണ്ട്, അത് ഒഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ആളുകളെ, ഇവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെ കൊണ്ടുപോകാനായി രാജ്യം വിട്ട വിമാനങ്ങൾക്ക് പലതിനും തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. പലതും രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പല വിമാനങ്ങളും അടുത്ത ദിവസം മാത്രമേ കൊമേഴ്സ്യൽ സർവീസ് ആരംഭിക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ട് മഹേഷ്.